അയ്യപ്പേട്ടാ, ഇപ്പോൾ ഈ പോലീസ് തലപ്പത്തുണ്ടായിരിക്കുന്ന അഴിച്ചുപണി, ആ അഴിച്ചുപണിയുടെ ആവശ്യം ഇപ്പോഴും ഉണ്ടോ? സത്യത്തിൽ പോലീസ് അഴിച്ചുപണിയുടെ ആവശ്യകത ഉണ്ടോ എന്നുള്ളത് സ്വാഭാവികമായി ഈ സമയത്തുണ്ടാകുന്ന ഒരു സംശയം. ആ സംശയത്തിൻ്റെ കാരണം ദർവേഷ് സാഹിബ് എന്ന DGP അടുത്ത ഈ വരുന്ന ജൂൺ 30 അദ്ദേഹത്തിൻ്റെ സർവീസ് കാലാവധി കഴിയുകയാണ്. ആ അവസരത്തിൽ എന്തിന് ഇത്തരത്തിലൊരു അഴിച്ചുപണി എന്ന് ചോദിച്ചാൽ, പോലീസ്, പ്രത്യേകിച്ച് പോലീസ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, IPS കേഡർ, IPSകാരും അവരുടെ അസോസിയേഷനും സർക്കാരും തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയിൽ അല്ല. അപ്പോൾ അത്തരത്തിൽ സ്വരച്ചേർച്ചയിൽ അല്ലാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില പൊടിക്കൈകൾ സംസ്ഥാന സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ IPS ഉദ്യോഗസ്ഥരെ ഒന്ന് സൂചിപ്പിക്കാനായിട്ട് ഇത്രയും നാൾ നിങ്ങൾ ഇന്ന വകുപ്പിലിരുന്നെങ്കിൽ ഇന്ന വകുപ്പിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് മാറ്റാറുണ്ട്. ഇത് അത്തരത്തിലൊന്നുകൂടെയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇപ്പോൾ ADGP അജിത് കുമാറിൻ്റെ വിഷയം, പോലീസ് തലപ്പത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അൻവറിനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ നിരന്തരം IPSകാർക്ക് എതിരെയൊക്കെയുള്ള കുറ്റാരോപണം, മന്ത്രിസഭയുടെ മുഴുവൻ കുഴപ്പങ്ങളുടെയും കാരണം പോലീസാണെന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ആണെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ IPS തലത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ പോലീസ് സർക്കാരുമായി ഇടഞ്ഞു നിൽക്കാൻ പൊളിറ്റിക്കലി CPM-ഉമായിട്ട് ഉടക്കി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചെറിയ പൊടിക്കൈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ശശിക്ക് ഇതിലൊക്കെ ഒരു പ്രത്യേക മികവുണ്ട്. ആ മികവ് മുഖ്യമന്ത്രിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. അതായത് ഒരു ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ, തദ്ദേശ ഇലക്ഷൻ അടുത്ത് വരികയാണ്. അടുത്ത് വരുമ്പോൾ സർക്കാരിൻ്റെ ലോ ആൻഡ് ഓർഡർ, അതായത് പോലീസ് തലത്തിൽ ചില കാര്യങ്ങളൊക്കെ എപ്പോൾ വേണോ എന്ത് വേണോ സംഭവിക്കാം പോലീസ് വകുപ്പിൽ, അല്ലേ? നമ്മുടെ രാജ്യത്തെ ക്രമസമാധാനം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ സംഭവങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. കൊലപാതകങ്ങളും തട്ടിപ്പും വെട്ടിപ്പും ക്രിമിനൽ കേസും ക്രൈം കൂടിക്കൊണ്ടിരിക്കുക. അത്തരത്തിൽ ക്രൈമുകൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ലോ ആൻഡ് ഓർഡറിൽ പോലീസ് വകുപ്പിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് സ്വസ്ഥതയോടെ കിടന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഒരു 5 മിനിറ്റ് ഉറങ്ങാനോ അല്ലെങ്കിൽ മറ്റു കാര്യം ചർച്ചയ്ക്കോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെയും പോലീസ് വകുപ്പ് നിതാന്ത ജാഗ്രത ഉണ്ടാവണം. അപ്പോൾ ഇപ്പോൾ എന്തിനും ഏതിനും അസോസിയേഷൻ അല്ലേ? IPSന് അസോസിയേഷൻ ഉണ്ട്, IASന് അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അസോസിയേഷനുകളൊക്കെ ഉള്ളപ്പോഴത്തേക്ക് അവരെ സൂചിപ്പിക്കാൻ ഇത് നടത്തുമ്പോൾ തദ്ദേശ ഇലക്ഷൻ വരുന്ന ഈ സമയത്ത് അവർ കൂടെ ഒന്ന് അലർട്ടായിരിക്കണം. അവർക്ക് അവരുടെ തലപ്പത്തുള്ളവർക്കൊന്ന് അവർ ഈ കേസുകൾ ഉണ്ടാവാതെ ഈ പറയുന്ന രീതിയിൽ തദ്ദേശ ഇലക്ഷൻ വരുമ്പോൾ നമുക്കൊരു ലോ ആൻഡ് ഓർഡറിൽ നിന്ന് ഒരു വിഷയം ഉണ്ടാകരുത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ നീക്കുപോക്കാണ് ഈ കാണുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നോക്കുപോക്ക് എന്ന് പറയുമ്പോഴേ അതിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഓരോരുത്തരെ ഓരോ സ്ഥാനത്തേക്ക് വെക്കുന്നതിന് പിന്നിലും ഓരോ ലക്ഷ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വെക്കുന്നതും മാറ്റുന്നതും പ്രത്യേക ലക്ഷ്യങ്ങളോടെയാണ്. അങ്ങനെയുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് യോഗേഷ് ഗുപ്തയെ വിജിലൻസ് തലപ്പത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ട് മനോജ് എബ്രഹാമിനെ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അദ്ദേഹം ചില ആൾക്കാർക്ക് ഏത് ഭരണം വരുമ്പോഴും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടമാണ്, എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇഷ്ടമാണ്. IPSലും IASലും അങ്ങനെയുണ്ട്. അപ്പോൾ ഈ പറയുന്ന യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ വെച്ചപ്പോൾ വിജിലൻസ് തലത്തിൽ ഇപ്പം നിരവധി കേസുകൾ പൊങ്ങി വന്നു. കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞ നിരവധി കേസുകൾ ഉണ്ടായിരുന്നു. ഇതിൽ PP ദിവ്യയുടെ കേസാണ് മെയിനായിട്ട് അദ്ദേഹത്തിനെ മാറ്റാൻ കാരണമെന്നാണ് പറഞ്ഞു കേൾക്കുന്ന കഥ. PP ദിവ്യ എന്ന പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അനധികൃത സമ്പാദ്യം വിജിലൻസ് അന്വേഷണത്തിന്റെ പേപ്പർ വർക്കുകൾ നീങ്ങുന്നു എന്ന മതി തന്റെ അന്വേഷണം നിർത്തി. അങ്ങനെയാണ് അദ്ദേഹത്തെ മാറ്റുന്നത്. എന്നിട്ട് മനോജ് എബ്രഹാമിനെ വിജിലൻസ് ഏൽപ്പിക്കുമ്പോൾ സർക്കാരിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് മനോജ് എബ്രഹാം. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. പക്ഷെ മനോജ് എബ്രഹാമിന്റെ പേരിനേക്കാൾ കൂടുതൽ സംസാരിച്ച് കേട്ടിട്ടുള്ളത് ADGP MR അജിത് കുമാറിന്റെ പേരല്ലേ? അതായത് സർക്കാരിനോട് ഏറ്റവും കൂടുതൽ പിണറായിയോട് ചേർന്ന് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതി. അത് നമ്മൾ പുറത്തറിയാത്ത കഥയാണ്. പുറത്തധികം ആരും അറിഞ്ഞില്ല എന്ന് പുറത്തറിഞ്ഞത് ADGP അജിത് കുമാറിനെ. അത് നമ്മൾ അത് പുറത്തറിയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടാണ്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പൂരം കലങ്ങിയത് അദ്ദേഹം കാരണമാണ് എന്നുള്ളൊരു കാര്യം പബ്ലിക്കിൻ്റെ ഇടയിൽ, അത് തൃശ്ശൂരിന്റെ വികാരമായതുകൊണ്ടാണ്. അദ്ദേഹം അന്ന് അതുമായി ബന്ധപ്പെട്ട് കണ്ടത് അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അദ്ദേഹത്തിനോടൊപ്പം പഠിച്ച അദ്ദേഹത്തിന്റെ ഒരു ബാല്യകാല സുഹൃത്ത്, അദ്ദേഹം ഡൽഹിയിൽ RSSന്റെ മുഖ്യ കാര്യവാഹകയിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിനെ കണ്ടത് ഈ കാര്യത്തിനാണ് എന്നൊരു വരുത്തി തീർക്കൽ
ഉണ്ടാക്കി. RSS തലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അത് അന്നും ഇന്നും അജിത് കുമാർ എന്ന പോലീസ് ഓഫീസർക്ക് ഇത്തരത്തിലുള്ള RSS ബന്ധങ്ങൾ ഉണ്ട്. അത് ഇന്നും ഉണ്ട്. തെറ്റല്ലല്ലോ, അത് തെറ്റാണ്. അതെങ്ങനെയാണ് ഒരു ADGP തലത്തിലിരിക്കുന്ന ഒരാൾ അയാൾക്ക് ഇപ്പൊ അയാളെ ആരെയെല്ലാം തെറ്റായതുകൊണ്ടാണ് ലോ ആൻഡ് ഓർഡർ നോക്കുന്ന ADGP റാങ്കിരിക്കുന്ന ഒരാൾക്ക് സർക്കാരിൻ്റെ പോലീസ് ഓഫീസർ പദവിയിലിരിക്കുമ്പോൾ അവരുടെ ഈ പറയുന്ന രീതിയിലുള്ള പിന്നെ രാഷ്ട്രീയ എതിരാളികളെ പ്രത്യേകിച്ച് RSSൻ്റെ ആൾക്കാരെ കാണാൻ പോകുന്നതിൻ്റെ ലോ ആൻഡ് ഓർഡറിൽ പ്രത്യേകിച്ച് ഈ ഓഫീസർ എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ പ്രതിനിധിയാണ്. ലോ ആൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു സർക്കാരിൻ്റെ പോലീസ് സേനയിൽ പ്രമുഖ ആളാണ്, പ്രമുഖനായ ഒരു പോലീസ് ഓഫീസറാണ്. അതിൽ പോകുന്നതിൻ്റെ നിയമവശങ്ങൾ തെറ്റുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ടിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അദ്ദേഹം പോലീസ് യൂണിഫോമിലല്ല പോയത്, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് കാറിലാണ് പോയത് എന്നൊക്കെ പറയുമ്പോഴും ആ കണ്ടത് തെറ്റാണ്. അത് നിയമവശങ്ങൾ മറ്റു ഭാഗങ്ങളാണ്, അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വരും. അത് നിയമവശങ്ങളാണ്, അത് പറയേണ്ടി വരും. അപ്പോൾ അത് തെറ്റ് തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ അദ്ദേഹം കാണാൻ പോയത് തെറ്റാണെന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിയത ചോദിച്ചത് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മാത്രം വന്നു എന്ന്. ഇത് ഉണ്ടായ ഈ വിവാദങ്ങളൊക്കെ അദ്ദേഹം വഴി ആയതുകൊണ്ടാണ് അതെല്ലാം പുറത്തു വന്നത്. എന്നാൽ സൈലൻ്റായി മനോജ് എബ്രഹാം സർക്കാരിനോടൊപ്പം നിരവധി കാര്യങ്ങളിൽ നിന്നൊരാളാണ്. കോടിയേരി ബാലകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രിക്ക് എങ്ങനെയാണ് ഇത്രയും നല്ലൊരു ആഭ്യന്തരമന്ത്രി എന്ന പേര് വന്നെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പേരുണ്ടാക്കി കൊടുത്ത ഒരു പോലീസ് ഓഫീസറാണ് ഈ പറയുന്ന മനോജ് എബ്രഹാം. കോടിയേരി ബാലകൃഷ്ണൻ്റെ കാലത്താണ് ഈ പറയുന്ന പോലീസ് സേനയെ ജനങ്ങളുമായി ഏറ്റവും അടുപ്പിക്കുന്ന രീതിയിലൊക്കെ ജനസമ്പർക്ക പിന്നെ അങ്ങനെയുള്ള പോലീസ് ജനമൈത്രി പോലീസൊക്കെ ഉണ്ടായത്. അതെല്ലാം കോടിയേരി കേരളം കണ്ട ഒരു നല്ല ആഭ്യന്തരമന്ത്രി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് മനോജ് എബ്രഹാമിന്. അതിൽ ഈ കുട്ടികളുടെ കേഡർ പോലീസൊക്കെ ഉണ്ടാക്കിയത് മനോജ് എബ്രഹാമാണ്. സ്റ്റുഡന്റ് പോലീസൊക്കെ വിജയനാണ് അല്ലേ, പി വിജയനാണ്, ക്ഷമിക്കുക. അപ്പോൾ അത് അല്ലെങ്കിൽ തന്നെയും ഈ പറയുന്ന പോലെ മനോജ് എബ്രഹാമിന് CPM നേതാക്കളുമായി വളരെ അടുപ്പമുണ്ട്. അതുകൊണ്ട് പിന്നെ അജിത് കുമാറിനേക്കാളും പിന്നെ സർക്കാരിന് താല്പര്യം മനോജ് എബ്രഹാമിന് തന്നെയാണ്. ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇതിലിപ്പോൾ പ്രമുഖമായിട്ട് അവർ മാറ്റിയിരിക്കുന്നത് ജയിൽ മേധാവിയായി ADGP ബൽറാം കുമാർ ഉപാധ്യായയാണ്. അദ്ദേഹത്തിനെ ജയിൽ മേധാവിയായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ലോ ആൻഡ് ഓർഡറിലേക്ക് H വെങ്കടേഷ് എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറെ അദ്ദേഹത്തിന് ഈ അടുത്തിടയ്ക്ക് മാറ്റി. H വെങ്കടേഷാണ് തുടക്കം. H വെങ്കടേഷിൻ്റെ പേരാണ് ആദ്യം വന്നത്. പിന്നീടാണ് ഈ പറയുന്ന എല്ലാവരുടെയും പേരുകൾ സ്പർജൻ കുമാർ, പിന്നെ മറ്റ് ഓഫീസേഴ്സ് ബൽറാം കുമാർ അതെ, മഹിപാൽ യാദവ്, ഇങ്ങനെയൊക്കെയുള്ള നിരവധി പേര് ഈ പേരുകൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും സർക്കാരിൻ്റെ ചെറിയൊരു മുഖം മിനുക്കൽ അത് ഈ പറയുന്ന IPS ഓഫീസർമാരെ മാറ്റി ഇലക്ഷനിൽ എങ്ങനെ പ്രതിഫലിക്കും? അല്ല, ഇലക്ഷനിൽ പ്രതിഫലിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഒരു സർക്കാരിൻ്റെ മുഖം നല്ലതും, അതൊരു സർക്കാർ എന്ന് പറയുന്നത് പോലീസും കൂടെ ചേർന്നതാണ്. പോലീസ് കയറൂരി വിട്ടതുപോലെ ഇപ്പോൾ അവർക്ക് നിരവധി കാര്യങ്ങൾ പോലീസിനെതിരെ പരാതികളുണ്ട്. ഇപ്പം കണ്ണൂരൊക്കെ അമ്പലത്തിൽ വരെ പിന്നെ വിപ്ലവ പാട്ട് പാടി, കൊല്ലത്ത് വിപ്ലവ പാട്ട് പാടി, ഇതിനൊക്കെ പോലീസ് കാഴ്ചക്കാരായി നിന്നുള്ള കഥകളുണ്ട്. പിന്നെ ചേറ് തിരിഞ്ഞ് നമുക്ക് അറിയാമല്ലോ, കണ്ണൂർ ഈ അടുത്തേക്ക് ഒരു അമ്പലത്തിൽ ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാകുമ്പോൾ പോലീസിനെ CPM നേതാവിനെ രക്ഷിക്കാൻ വേണ്ടി അവർ തന്നെ ബാരിക്കേഡ് തീർത്ത് വണ്ടിക്ക് അകത്ത് കയറ്റിയ CPM പ്രവർത്തകനെ തിരിച്ചിറക്കി. അങ്ങനെയൊക്കെ വരുമ്പോൾ പോലീസിന് വളരെ നിഷ്പക്ഷമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത, കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ പോലീസിനുണ്ടാവും. അതൊരു സത്യാവസ്ഥയാണ്. പോലീസിന് പ്രത്യേകിച്ച് CPMൻ്റെ ഭരണം വന്ന ശേഷം പോലീസ് പലയിടങ്ങളിലും എടുത്തു പറയേണ്ട നിരവധി, കണ്ണൂരത്തെ പിന്നെ ADM നവീൻ ബാബുവിൻ്റെ മരണം തന്നെ പോലീസിൽ നല്ല രീതിയിൽ അന്വേഷിച്ചു പോയെങ്കിൽ ആ അന്വേഷണത്തിന് ഒരു പരിസമാവധി ജനമാണ് തെളിവുകൾ പറയുന്നത്. പോലീസ് എടുക്കേണ്ട തെളിവുകൾ ജനമാണ് പറഞ്ഞത്. CCTV ദൃശ്യത്തിൻ്റെ കാര്യം ജനമാണ് പറഞ്ഞത്. അവർ വായിച്ചറിവും കണ്ടറിവും അവരുടെ അന്വേഷണ ത്വരയും ഒക്കെ പബ്ലിക് പറയുന്നത് പോലീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊരു പരാജയമാണ്, പോലീസിൻ്റെ പരാജയമാണ്. അപ്പോൾ അത്തരത്തിൽ പോലീസ് പരാജയപ്പെടുന്നത് ഇവരുടെ പല നീക്കുപോക്കുകൾ കൊണ്ടാണ്, സർക്കാർ തലത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ കൊണ്ടാണ്. ആ തീരുമാനങ്ങളെ ഒന്ന് പോളിഷ് ചെയ്യാനാണ് ഇപ്പോൾ H വെങ്കടേഷിനെ ഇതിലേക്ക് വെക്കുന്നത്. അദ്ദേഹം നല്ലൊരു ക്രമസമാധാനം നല്ല രീതിയിൽ നോക്കുന്ന ഒരാളാണ്. ഇപ്പം അജിത് കുമാർ ഇടുന്ന പോസ്റ്റാണ്. അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തു വരുമ്പോൾ ഇവർക്ക് അഭിമതനല്ലാത്ത ഇപ്പോൾ CPMൻ്റെ ഏതെങ്കിലും ഒരു നേതാവിനെ ഏതെങ്കിലും ഒരു കേസിൽ കയറി പിടിച്ച് അവന് 2 തല്ല് പോലീസ് സ്റ്റേഷനിൽ ഇട്ടാൽ തീർന്നു വെങ്കടേഷിൻ്റെ കാര്യം. വെങ്കടേഷിൻ്റെ നിർബന്ധിച്ച് ലീവ് എടുത്തങ്ങ് പോകാൻ പറയും. അതാണ് രാഷ്ട്രീയ കളി എന്ന് പറയുന്നത്. ഇപ്പോൾ ശശിയെ സംബന്ധിച്ച് ശശിക്കാണ്, P ശശി എന്ന CPM നേതാവിനാണ്. അതാണ് പിണറായി വിജയൻ പറഞ്ഞത്, നിങ്ങൾക്ക് ശശിയെക്കുറിച്ചൊന്നും അറിയില്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കൂട്ടത്തിൽ നമുക്കൊരു അടിക്കുറിപ്പ് കൂടെ ചേർക്കാം. ശശി എൻ്റെ വേണ്ടപ്പെട്ട ആളാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ശശിയാണ്, എൻ്റെ മച്ചമ്പി, എൻ്റെ തലവേദനകൾ. ഇപ്പം മുഖ്യമന്ത്രിക്ക് എല്ലാം കയറി ഇടപെടാൻ പറ്റുമോ? പോലീസ് ഓഫീസേഴ്സിനെ കുറിച്ച് എല്ലാം അറിയാം അദ്ദേഹത്തിന്. അദ്ദേഹം നയനാര കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അപ്പോൾ ആരെ എവിടെ ഏത് പോസ്റ്റിൽ വെച്ചാൽ നന്നാകും? ഇപ്പോൾ വിജിലൻസിലേക്ക് മനോജ് എബ്രഹാമിനെ കൊണ്ടുവന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു. അവിടെ അദ്ദേഹം സർക്കാരിനെ രക്ഷപ്പെടുത്താനാണ് നോക്കുന്നത്. അങ്ങനെ ശശി രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ ശശിയെ ഈ പറയുന്ന പോലെ പാർട്ടി തള്ളും.
അതിപ്പോൾ നിങ്ങൾ RSSകാരുമായി ചേർന്ന് നിങ്ങൾ ഉടമ്പടി ഉണ്ടാക്കിയാലും RSSകാരോട് ചേർന്ന് നിങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്താലും ശശി ചെയ്ത നല്ല വശം ഇതാണ്, മറ്റു വശങ്ങൾ മാറ്റി നിർത്തൂ എന്നേ പറയുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു ചെറിയ കസേര കളി, അത് മാത്രമാണ്. ഒരു ചെറിയ IPS തലത്തിൽ ഒരു ചെറിയ കസേര കളി, ചിലപ്പോൾ 2 മാസത്തിനകം വീണ്ടും ഒരു കസേര കളി കാണും. ഇന്ന് കസേര കളിക്ക് കസേര തള്ളിയിട്ട് നീക്കി ഇരുത്തി കൊടുത്തത് ശശി, ഇനി വരുമ്പോഴും ശശി തന്നെ ചെയ്യും. അത്രയേ ഉള്ളൂ. ശശി തന്നെ ചെയ്യും.